പ്രേക്ഷകരെ നമസ്കാരം. ഞാൻ മകേഷ് വടക്കഞ്ചേരിയാണ്. മകേഷ് സ്നേഹാലയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പ്രേക്ഷകരെ, എല്ലാവർക്കും, കേരളത്തിലെ എല്ലാ മനസ്കർക്കും, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെയും അതുപോലെ എല്ലാ നാട്ടിലെ നല്ല മനസ്കർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോസിലേക്ക് പോകുകയാണ്. 45 വയസ്സുള്ള, അതായത് ചന്ദ്രബോസ് എന്ന് പറയുന്ന 45 വയസ്സുള്ള ഒരു സ്പെയർ പാർട്സ് കടയിലെ ചെറിയൊരു തൊഴിലാളിക്ക് ഉണ്ടായ ഒരു പ്രശ്നമാണ്. അതായത് 2 കിഡ്നിയും തകരാർ സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബം ചെറിയ ഒരു പണിയാണ് ഭാര്യയ്ക്കുള്ളത്. അതായത് തുന്നൽ പണിക്ക് പോയി 10 നൈറ്റി അടിച്ചാണ് അവർ ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വരുമാനം മുട്ടി, കുടുംബം ആകെ തകരുമാറായി. ഒരു മകനാണുള്ളത്. മകൻ മാത്രമാണ് ഉള്ളത്. ഒരു മകനാണുള്ളത്. ജീവിക്കാൻ വേറെ ഒരു മാർഗവുമില്ല. വീടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ മോശമായാണ് കിടക്കുന്നത്. കേരളത്തിന് പുറമേയും നമ്മൾ നല്ല സഹായങ്ങൾ എല്ലാ പ്രേക്ഷകരും സഹകരിക്കുകയും ചെയ്യുന്ന നല്ല മനസ്കർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പുതുവത്സരമായിട്ട് ഒരു പുതിയ വീഡിയോസ് വിടുന്നത്. സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോട് ഞാൻ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഓക്കെ. ചന്ദ്രബോക്സ് എന്നല്ലേ പേര്? അതെ. എത്ര വയസ്സായി? 43 വയസ്സ്. പിന്നെ ആരൊക്കെയാണ് വീട്ടിലുള്ളത്? ഒരു മകനേ ഉള്ളൂ. വൈഫില്ല ഇപ്പോൾ അല്ലേ? എന്താ ജോലിയാണ്? ടൈല്. എന്താ ഈ നൈറ്റി ഒക്കെ അടിച്ചിട്ട് ആണല്ലേ? അതുകൊണ്ടുള്ള വരുമാനമാണ് അല്ലേ? നിങ്ങൾ എന്തായിരുന്നു ജോലി? സ്പെയർ പാർട്സ് കടയായിരുന്നു. അതെ. എത്ര വർഷം കൊണ്ട് സ്പെയർ പാർട്സ് കടയില? ഒരു കടയിൽ തന്നെ അല്ലേ? ചെറിയ ശമ്പളമാണ് അവിടെ നിന്ന് കിട്ടുന്നത് അല്ലേ? അതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഇപ്പം എന്താണ് പ്രശ്നം? ആണല്ലേ? ഈ കൈക്കൊക്കെ നല്ല നീരുണ്ട് അല്ലേ? കാലില് അല്ലേ? അതൊക്കെ ഭയങ്കര മോശമാണ്. ഇതെല്ലാം പൊട്ടിയിട്ടുണ്ടല്ലേ കാല്? അതെ. ചൊറിഞ്ഞിട്ട് പൊട്ടുന്നതാണോ അതാ നീര് വന്നിട്ട് അല്ലേ? അത് ശരി. ഇപ്പം എന്താണ് മരുന്നും എന്തൊക്കെയാണ് ആവശ്യങ്ങള്? ആഴ്ചക്ക് 2 ഡയാലിസിസ് മരുന്ന്. പിന്നെ വണ്ടിയിൽ പോവാനും അല്ലേ? അതെ. അതൊന്നും വേറെ നിവൃത്തിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ജീവിക്കാൻ മാർഗം ഒന്നുമില്ല. ഇത് വീടൊക്കെ പൊട്ടിപ്പൊളിയാനായി കിടക്കുകയാണല്ലോ അല്ലേ? ആകെ കഷ്ടത്തിലാണ്. കർഷകർ കാണുന്നില്ലേ? എന്താ മോന് പറയാനുള്ളത്? അച്ഛനെ രക്ഷിക്കണം. അച്ഛന് വേറെ മാർഗമൊന്നുമില്ല അല്ലേ? വേഗം മകനാണ്. വിഷമമുണ്ടല്ലേ? മാറും മോനെ, ശരിയാവും. ദൈവം നമുക്ക് എന്താ വെച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ലേ? സ്കൂളിൽ പഠിക്കുകയാണോ? ഏത് സ്കൂളിലാണ്? എവിടെ? ചിറ്റലഞ്ചേരിയിൽ. അമ്മയുടെയും അച്ഛൻ്റെയും ചെറിയ വരുമാനം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് അല്ലേ? അച്ഛൻ ഇങ്ങനെ ആയാലും വിഷമമുണ്ടല്ലേ? സങ്കടപ്പെടണ്ട. രക്ഷകർ ചിലപ്പം മോനെ കൈവിടില്ല. അച്ഛനെ ഈ കുടുംബത്തിനെ കൈവിടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കൈവിടാറില്ല എങ്കിലും നമുക്ക് നോക്കാം. രക്ഷകരെ കണ്ടല്ലോ, വീടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വളരെ മോശമായ കണ്ടീഷനിലാണ് ഇവരുടെ അവസ്ഥ. പറയാൻ വാക്കുകളില്ല. കാരണം ഈ വീഡിയോസ് കാണുന്ന നല്ല മനസ്കരായ നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഈ കേരളത്തിലെ നല്ല മനസ്കർ കൈവിടരുതും. ഇവർക്ക് അത്യാവശ്യം വേണ്ടത് ചികിത്സാ സഹായം, അത് കണക്ക് ഡയാലിസിസ് മരുന്ന്. ഇവർക്ക് പോവാനും വരാനൊന്നും 10 പൈസയുടെ വരുമാന മാർഗമില്ല. വളരെ കഷ്ടത്തിലാണ്. ആഴ്ചയ്ക്ക് 2 ഡയാലിസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരെ, ഇവരുടെ ഡയറക്റ്റ് അക്കൗണ്ട് നമ്പറുകൾ, സ്കാനർ എല്ലാം ഇതിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവരെ കൈവിടരുതും. സഹായിക്കുമെന്ന് ഏകപ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോസ് നിർത്തുന്നു. വീഡിയോസ് കണ്ടല്ലോ പ്രേക്ഷകരെ, ഓരോരുത്തവരും എല്ലാ മനസ്കരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് ചെയ്യണം. ഈ വീഡിയോസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈവിരലാണ് ഇവരുടെ കൈത്താങ്ങ്. അപ്പം നിങ്ങൾ ചെയ്യുമെന്നുള്ള ഏകപ്രതീക്ഷയോടുകൂടി മറ്റൊരു വീഡിയോസുമായി ഞാൻ ഉടൻ എത്തുന്നതായിരിക്കും. ക്യാമറമാൻ സുമാറിനൊപ്പം മകേഷ് വടക്കഞ്ചേരി. നന്ദി, നമസ്കാരം.